CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കോന്നി വാഗയാറിലെ യെച്ചൂരി നഗറിൽ തുടക്കം. സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രണ്ട് പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ 299 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ്. നാളെയാണ് പുതിയ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കുക. വിശദാംശങ്ങളുമായി സുജു തയ്യാറായിട്ട് നിൽക്കുകയാണ്. സുജു, ഗുഡ് മോർണിംഗ്. സമ്മേളനം തുടരുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ ചർച്ചകൾ തുടരുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്താണ്? ഒപ്പം തന്നെ ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രിയ, ആവേശജനമായ തുടക്കമായിരുന്ന കോന്നി വകയാറിലെ യെച്ചൂരി നഗരിൽ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ചത്. എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വലിയ വിമർശനമാണ് കോൺഗ്രസിൻ്റെ വർഗീയ രാഷ്ട്രീയത്തോട് ഗോവിന്ദൻ മാസ്റ്റർ ഈ ഉദ്ഘാടന വേദിയിൽ നടത്തിയത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്ന മൃദു ഹിന്ദുത്വ സമീപനവും അതുപോലെ ന്യൂനപക്ഷ വർഗീയതയും കൂട്ടുപിടിക്കുന്ന പ്രത്യേകിച്ച് SDPയും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ കൂട്ടുകെട്ടിനെതിരെ വലിയ വിമർശനം ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുകയും ചെയ്തു. അതിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്ന കേരളത്തോടുള്ള സാമ്പത്തിക അവഗണന. അതായത് ഫെഡറൽ വ്യവസ്ഥ പ്രകാരം കേന്ദ്രം നൽകേണ്ട തുക നൽകുന്നില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ തന്നെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രമേയമായിരുന്നു സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അതിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷന് ലഭിക്കേണ്ട വിഹിതം അത് വിവിധ മേഖലയിൽ, ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസന മേഖലയിലായിക്കോട്ടെ, കേന്ദ്രം നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇന്നലെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് ഗ്രൂപ്പ് ചർച്ച നടക്കുകയും അതിനുശേഷമുള്ള പൊതുചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുചർച്ച പൂർണ്ണമായിട്ടില്ല. ഇന്നും സമ്മേളന പ്രതിനിധികൾ വിവിധ ഏരിയ കമ്മിറ്റികൾ 11 ഏരിയ കമ്മിറ്റികളാണ് പത്തനംതിട്ട ജില്ലയിലുള്ള. ഓരോ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള അവർക്ക് അനുവദിക്കപ്പെട്ട സമയം തുടങ്ങി ചർച്ചകളാണ് നടക്കുന്നത്. ഇന്നും സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിലുള്ള പൊതുചർച്ച നടക്കും. നാളെയാണ് പുതിയ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് പൊതുസമ്മേളന നഗരിയായ കോന്നിയിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം നടത്തും. എന്തായാലും മലയോര ഗ്രാമമായ കോന്നി ഈ സമ്മേളനത്തെ ഈ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. മലയോര കർഷകർ ധാരാളമുള്ള ഒരു ഇടം കൂടിയാണ് കോന്നി എന്ന് പറയുന്ന ആ സ്ഥലം. ഇവിടെ വലിയ ആവേശം തന്നെയാണ്. നാടാകെ CPMന്റെ സമ്മേളനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയ, ശരി സുജു. പത്തനംതിട്ട ജില്ലാ സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇന്നും ചർച്ചകൾ തുടരും. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് സുജു നൽകിയത്.